എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് പേര് എന്നോട് ചോദിച്ചിട്ടൊരു കാര്യമാണ്, ചേച്ചിക്ക് 40,000 സബ്സ്ക്രൈബറായിട്ടും ചേച്ചിക്ക് എന്താ യൂട്യൂബിൽ നിന്ന് വരുമാനമൊന്നും കിട്ടാത്തതെന്ന്. പൊതുവെ എല്ലാവർക്കും അങ്ങനൊരു സംശയം വരാം. കാരണം ഇത്രയും സബ്സ്ക്രൈബറായിട്ടും ചേച്ചിക്ക് വാച്ചിങ് ഹവർ കൂടിയില്ലേ, ചേച്ചി പൈസ കിട്ടിയിട്ട് ഞങ്ങളോടൊന്നും പറയാത്തതാണോ എന്നൊക്കെ എന്നോട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അവർ കളിയാക്കി ചോദിച്ചതായിരിക്കും. എന്തായാലും അത് കേട്ടപ്പോൾ ഞാനും വിചാരിച്ചു, ശരിയാണല്ലോ, അതേമേ 40,000 സബ്സ്ക്രൈബറായിട്ടും യൂട്യൂബിൽ നിന്ന് 1 രൂപ പോലും വരുമാനം എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ആ പറഞ്ഞ സത്യം, എനിക്ക് ഇതുവരെ 1 രൂപ പോലും കിട്ടിയിട്ടില്ല. എപ്പോഴോ കുറച്ച് പരസ്യം വന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഈ പരസ്യമൊക്കെ വരുമ്പോഴല്ലേ പരസ്യം വരുമ്പോഴാണല്ലോ യൂട്യൂബിൽ നിന്ന് നമുക്ക് വരുമാനം കിട്ടുന്നത്. ഇനി ഞാൻ അതെന്താണെന്ന് പറയാം. എനിക്ക് യൂട്യൂബിൽ 40,000 സബ്സ്ക്രൈബർ ആയിട്ട് ഏതാണ്ട് 3 മാസം കണ്ടേ ആയുള്ളായിരുന്നു. അതിനു മുമ്പ് ഞാൻ ഡെയിലി വീഡിയോ ഒന്നും ചെയ്യത്തില്ലായിരുന്നു. 2022 തൊട്ടങ്ങാണ്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അതിന് മുമ്പ് അക്കൗണ്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ചാനൽ തുടങ്ങിയത് 2022 തോന്നുന്നു. അങ്ങനെ എല്ലാ ദിവസവും വീഡിയോ ഒന്നും എടുത്തില്ല, ചുമ്മാ ഷോർട്ട് വീഡിയോ ഇടുക, റീൽസ് ഇടുക എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ലോങ് വീഡിയോ ഒന്നും ചെയ്യത്തില്ലായിരുന്നു. അഥവാ ഇടുവാണെങ്കിൽ തന്നെ വോയിസ് ഓവർ ഒന്നും കൊടുക്കത്തില്ലായിരുന്നു. ഏതേതും കാണുന്ന വീഡിയോ പിടിച്ചിടുക, എന്തെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു സൗണ്ട് കൊടുക്കുക, അത്രേ ഉള്ളൂ, കഴിയും. കാരണം യൂട്യൂബിനെ കുറിച്ച് നമുക്ക് അത്രയൊന്നും അന്നേരം അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് കുറേ കഴിയുമ്പം പിന്നെ അങ്ങ് മടിയായിപ്പോയി. പിന്നെ ഇതിൽ നിന്ന് പൈസ ഒന്നും കിട്ടാൻ പോകുന്നില്ല. പിന്നെ അങ്ങ് മടിച്ച് പിന്നെ വർഷത്തിൽ 2 വീഡിയോ ഒക്കെ ആയി, പിന്നെ ഇടാതായി. അങ്ങനെ കുറേ നാളായിട്ട് ഞാൻ 2024 അങ്ങനെ വീഡിയോ ഒന്നും ഇട്ടിട്ടേ ഇല്ല. എല്ലാവരുടെയും വീഡിയോ കാണും, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കൊടുക്കും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും, ഇതൊക്കെ മാത്രമേ ഉള്ളായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് മോട്ടിവേഷൻ വീഡിയോ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ നല്ല രസം തോന്നി. എന്നാൽ ഇതൊക്കെ ചുമ്മാ യൂട്യൂബിൽ ഇട്ടേക്കാം, എല്ലാവരും കണ്ടോട്ടെന്ന് കരുതിയിട്ട് അങ്ങനെ കുറേ മോട്ടിവേഷൻ വീഡിയോയും പിന്നെ സിനിമയിലെ കുറേ വീഡിയോസുകളും ഒക്കെ ഇടാൻ തുടങ്ങി. അതൊന്നും ക്ലിക്കാവുമെന്ന് കരുതി ഇട്ടതോ അല്ല, ഇതിൽ നിന്ന് എനിക്ക് വരുമാനം കിട്ടുമെന്ന് പറഞ്ഞാൽ അല്ല ഇട്ടത്. ചുമ്മാതെ ഞാൻ വാട്സപ്പിലൊക്കെ സ്റ്റാറ്റസ് ഇടുന്ന പോലെ യൂട്യൂബിലും ഇട്ട്. പ്രതീക്ഷിക്കാതെ നേരത്ത് എൻ്റെ ആ ഇട്ട മോട്ടിവേഷനിൽ ഒരു മോട്ടിവേഷൻ വീഡിയോ ക്ലിക്കായി. അത് 2 ദിവസം കൊണ്ട് 1 ലക്ഷം വ്യൂസ് കിട്ടി. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഈശ്വര, ചാനൽ ക്ലിക്കായി. പിന്നെ ഞാൻ എന്ത് മോട്ടിവേഷൻ വീഡിയോ ഇട്ടാലും അത് ഉടനെ ക്ലിക്കാകാൻ തുടങ്ങി. 14 ലക്ഷം, 15 ലക്ഷം, 10, 9, 8, 5, അങ്ങനെ 60,000, 50,000, അങ്ങനെ ഞാൻ ഇട്ട എല്ലാ വീഡിയോയ്ക്കും വ്യൂസ് കൂടാൻ തുടങ്ങി. അങ്ങനെ ടോട്ടൽ വ്യൂസ് ഏതാണ്ട് 1.5 കോടിക്കൊക്കെ അടുത്ത് വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഈശ്വര, പൈസയൊക്കെ കിട്ടും. എന്നിട്ട് കുറച്ച് പേരുടെ മുമ്പിലൊക്കെ ഞെളിയണമെന്നൊക്കെ തമാശയ്ക്ക് കൊച്ചിനോട് പറയും. അപ്പോൾ അവൾ പറയും, പൈസയും കിട്ടിയില്ല, ഒന്നും ആയില്ല, അമ്മ ഇപ്പോഴേ അഹങ്കരിക്കരുതമ്മ എന്നൊക്കെ കളിയാക്കും. പിന്നെ ഞങ്ങൾ തമാശയ്ക്ക് ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് പറയാറുള്ളതുകൊണ്ട് അത് വലിയ കാര്യമൊന്നും ആയില്ല. അത് കഴിഞ്ഞിട്ടാണ് യൂട്യൂബിൽ നിന്നും യൂട്യൂബ് പാർട്ട്ണർ പ്രോഗ്രാം എന്ന് പറഞ്ഞ് എനിക്കൊരു മെയിൽ വന്നു. അപ്പോൾ ആ മെയിൽ ആദ്യമേ വന്നിട്ട് ഞാൻ അയച്ചില്ലായിരുന്നു. ഇതൊക്കെ എന്തിനയക്കുന്നതെന്ന് കരുതി അന്ന് ഞാൻ അയച്ചില്ല. അതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് പണി കിട്ടിയത്. കാരണം അന്ന് ഞാൻ ആ മെയിൽ അയച്ചിരുന്നെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ റീയൂസ്ഡ് കണ്ടൻറ്റ് വന്നത് എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. ആ മെയിൽ വന്നു കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞിട്ടാണ് തോന്നുന്നു വീണ്ടും അതുപോലൊരു മെയിൽ വന്നു. അപ്പം ഞാൻ ഓർത്താണ് എന്തായാലും ഇതൊന്ന് അയച്ചേക്കാം. അന്നപ്പോൾ തന്നെ ഏകദേശം എൻ്റെ ചാനലിൽ മോട്ടിവേഷനൊക്കെ നല്ല കത്തി തിളങ്ങി നിൽക്കുന്ന സമയമാണ്. എന്നാൽ മെയിലൊക്കെ ചെയ്തേക്കാം, ഇത്രയും വ്യൂസൊക്കെ കിട്ടിയതല്ലേന്ന് കരുതി ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ആകാംക്ഷയായിരുന്നു. വെച്ചാൽ എന്തായിരിക്കും ഈ യൂട്യൂബിൽ നിന്ന് തിരിച്ച് നമുക്ക് കിട്ടുന്ന മെയിൽ, എല്ലാം ഓക്കെ ആയിരിക്കുമോ, സെറ്റാവുമോ എന്നൊക്കെ കരുതിയിരുന്നു. അതിൻ്റെ പിറ്റേ ദിവസം രാവിലെ ഞാൻ എഴുന്നേറ്റ് ചുമ്മാ ഫോൺ നോക്കിയപ്പം ഒരു ഗൂഗിളിൽ ഒരു മെയിൽ വന്നിരിക്കും. തുറന്ന് നോക്കി. അപ്പോൾ അത് എന്താണ് വായിച്ചിട്ട് എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഞാനത് സ്ക്രീൻഷോട്ട് എടുത്ത് ട്രാൻസ്ലേറ്റ് എടുത്ത് വായിച്ചപ്പോഴാണ് മനസ്സിലായത് എനിക്ക് 8ൻ്റെ പണി കിട്ടിയെന്ന്. കാരണം എൻ്റെ ചാനലിൽ റീയൂസ്ഡ് കണ്ടൻറ്റ് വന്ന്. പെട്ടെന്ന് ഞാൻ ഷോക്കായി. പിന്നെ ഞാൻ ഓർത്തു, ഷോക്കായിട്ടും കാര്യമില്ല. കാരണം ഞാൻ എൻ്റെ വീഡിയോ അല്ലാത്ത ഒത്തിരി വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഈ റീയൂസ്ഡ് കണ്ടൻറ്റ് വന്നപ്പോൾ ഇതിലേതൊക്കെയാണ് റീയൂസ്ഡ് കണ്ടൻറ്റെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാരണം ഞാൻ ലോങ് വീഡിയോ ഒരിക്കലും മറ്റുള്ളവർ ഇട്ടിട്ടില്ല. ഷോർട്ട് മാത്രമാണ് മറ്റുള്ളവർ ഇടുന്നത്. ലോങ് ഒക്കെ എൻ്റെ സ്വന്തം വീഡിയോ തന്നെയായിരുന്നു ഇടുന്നത്. പക്ഷേ എനിക്ക് ലോങ് വീഡിയോയുടെ വാച്ച് ഹവർ ഏതാണ്ട് 3000-നടുത്തുണ്ടായിരുന്നു വാച്ച് ഹവർ. പക്ഷേ റീയൂസ്ഡ് കണ്ടൻറ്റ് വന്നപ്പോൾ ഇങ്ങനെ ഡിലീറ്റ് ആക്കണമെന്ന് എല്ലാവരും ഒക്കെ പറഞ്ഞല്ലോ. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് യൂട്യൂബിൽ നിന്ന് പണി കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും വിചാരിച്ചില്ല. അന്ന് തന്നെ കുത്തിയിരുന്ന് ഏതാണ്ട് 150 വീഡിയോകളെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ 2 മാസം കൊണ്ട്. തുടരെ ഇരുന്ന് ഡിലീറ്റ് ആക്കി. ആദ്യമേ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയ എൻ്റെ വീഡിയോ ആണ് ഞാൻ ഡിലീറ്റ് ആക്കിയത്. ആ ഡിലീറ്റ് ആക്കി കഴിഞ്ഞ് എനിക്ക് സങ്കടമൊന്നും തോന്നിയില്ല. പോട്ടെ എന്നും പറഞ്ഞ് അങ്ങനെ ഡിലീറ്റ് ആക്കി. ഒരു 4 ദിവസം കൊണ്ട്
റീയൂസ്ഡ് കണ്ടൻറ്റ് ഉള്ളതും ഇല്ലാത്തതും എല്ലാം ഞാൻ ഡിലീറ്റ് ആക്കിയെന്ന് തോന്നുന്നു. കാരണം നമുക്ക് കോപ്പിറൈറ്റ് കിട്ടിയാൽ മനസ്സിലാവും, ഇന്ന വീഡിയോയ്ക്ക് കോപ്പിറൈറ്റ് കിട്ടിയെന്ന് മനസ്സിലായാൽ നമുക്ക് ഡിലീറ്റ് ആക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഈ റീയൂസ്ഡ് കണ്ടൻറ്റ് വരുമ്പോൾ നമുക്ക് തന്നെ സംശയം വരും, ഇതിലേതാണ്. അതുകൊണ്ട് റീയൂസ്ഡ് ഉള്ളതാണോ ഇല്ലാത്തതാണോ ഞാൻ കളഞ്ഞതെന്നില്ല, അതെല്ലാം ഞാൻ കളഞ്ഞു. അത് കളഞ്ഞ് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ സബ്സ്ക്രൈബറൊക്കെ നേരെ കുറയാൻ തുടങ്ങി. അതായത് അന്ന് ഞാൻ ഡിലീറ്റ് ആക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ എൻ്റെ സബ്സ്ക്രൈബർ 40,196 3 ദിവസം കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോഴത്തേനും എൻ്റെ സബ്സ്ക്രൈബർ 40,101 അതായത് ഒരു 96 അത്ര എങ്ങാണ്ട് സബ്സ്ക്രൈബർ കുറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ കുഞ്ഞിനോട് പറഞ്ഞു, മുത്തേ നമ്മുടെ മോട്ടിവേഷൻ പോയപ്പോഴേ നമ്മുടെ ചാനലിൽ നിന്ന് ആൾക്കാർ കുറയാൻ തുടങ്ങി. പിന്നെ പറഞ്ഞിട്ടും കാര്യമില്ല. സാധാരണ എല്ലാവരും പറയുന്ന പോലെ നല്ല ശബ്ദ ഗാംഭീര്യത്തോടൊന്നും എനിക്ക് പറയാൻ അറിയാത്തത് കൊണ്ടായിരിക്കും നമ്മുടെ ചാനലിൽ നിന്ന് അവരെല്ലാം ഇറങ്ങിപ്പോയത്. പിന്നെ ഞാൻ എൻ്റെ പോലെ കാരണമാണ് പറഞ്ഞ് ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു. അതിന് വലിയ ലൈക്കൊന്നും കിട്ടിയില്ല, ആരൊക്കെയോ കുറച്ച് പേര് കണ്ടു. പക്ഷെ എല്ലാവരും കമൻറ്റ് ഇടുമെന്ന് ഞാൻ വിചാരിച്ചു. കാരണം എനിക്ക് ആരെങ്കിലും കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും എനിക്ക് അവർക്ക് കമൻറ്റിന് റിപ്ലൈ കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. കാരണം എന്നാലേ നമുക്കറിയാൻ പറ്റത്തുള്ളൂ നമ്മളെ എന്തുകൊണ്ടാണ് അവർ അൺസബ്സ്ക്രൈബ് ചെയ്തതെന്ന്. അങ്ങനെ ഞാൻ വീഡിയോ എല്ലാം ഡിലീറ്റ് ആക്കി. പിന്നെ എൻ്റേതായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു മോട്ടിവേഷൻ വീഡിയോ ഒക്കെയാണ് ഇടാൻ തുടങ്ങിയത്. അതുകൊണ്ട് എനിക്ക് ഇപ്പം കടന്നു വരുന്ന പുതിയ യൂട്യൂബേഴ്സിനോട് പറയാനുള്ള കാരണം, ഒരിക്കലും നിങ്ങളുടേതല്ലാത്ത വീഡിയോ യൂട്യൂബിൽ ഇടരുത്. കാരണം അത് ലാസ്റ്റായിരിക്കും നമുക്ക് പണി തരുന്നത്. അതുകൊണ്ട് കഴിവതും അവനവൻ്റെ വീഡിയോ തന്നെ യൂട്യൂബിലിടാൻ എല്ലാവരും ശ്രമിക്കണം. അല്ലെങ്കിൽ വരുന്ന കുഴപ്പം എന്നാന്ന് വെച്ചാൽ, നമ്മൾ ഇത്രയും നാൾ കഷ്ടപ്പെട്ട എൻ്റെ വാച്ച് ഹവറും പോയി, ഷോർട്സിൻ്റെ വ്യൂസും എല്ലാം ഒറ്റയടിക്ക് പോയി. കാരണം ഇനി നമ്മൾ വീഡിയോ, അതായത് റീയൂസ്ഡ് കണ്ടൻറ്റ് വന്നതിന് ശേഷം എൻ്റെ ചാനലിൽ 0 വാച്ച് ഹവർ ആയിപ്പോയി. ഇനി ഞാനത് വീണ്ടും ഒന്നേന്ന് തുടങ്ങിയിട്ട് വേണം 4000 ആക്കാൻ. അത് എത്ര നാളെടുക്കുമെന്നൊന്നും അറിയത്തില്ല. കഷ്ടപ്പെട്ടാൽ ഉടനെയൊക്കെ കിട്ടുമായിരിക്കും. പക്ഷേ ഞാനങ്ങനെ കഷ്ടപ്പെട്ടിട്ടില്ലാത്തത് കൊണ്ട് എനിക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല. എന്തെങ്കിലും ക്ലിക്കായി അതിൽ നിന്നൊരു വരുമാനം ഉണ്ടാക്കിയാൽ ഞാൻ ഉറപ്പായിട്ടും നിങ്ങളുടെ മുമ്പിൽ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. പിന്നെ നമ്മൾ വാച്ച് ഹവർ കൂടാനുള്ള ഏറ്റവും നല്ല എളുപ്പവഴി എന്ന് പറഞ്ഞാൽ, നമ്മൾ 2 ദിവസം കൂടുമ്പോഴെങ്കിലും ഒരു ലോങ് വീഡിയോ ഇടണം. ഷോർട്സ് എല്ലാ ദിവസവും ഇടണമെന്നാണ് പറയുന്നത്. സബ്സ്ക്രൈബർ കൂട്ടാനാണ് ഷോർട്സ് കൊണ്ട് പ്രയോജനമുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. വാച്ച് ഹവർ കൂടണമെങ്കിൽ അത് ലോങ് വീഡിയോ ഇട്ടാൽ മാത്രമേ പറ്റത്തുള്ളൂ. കാരണം ലോങ് വീഡിയോ കൂടെ മാത്രമാണ് പരസ്യങ്ങൾ കൂടുതൽ വരുന്നത്. അങ്ങനെയാണ് നമുക്ക് ഏണിങ്സ് ഒത്തിരി കിട്ടുന്നതെന്ന് എല്ലാവരും പൊതുവെ പറയുന്നത്. ഇതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയത്തില്ല, എനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഗൗനിച്ച് ഇങ്ങനെ ദീർഘവീക്ഷണത്തോടൊന്നും നിങ്ങളോട് പറയാൻ അറിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. കഴിവതും അവനവൻ്റെ സ്വന്തം വീഡിയോ മാത്രമേ യൂട്യൂബ് ചാനലിൽ ഇടാവുള്ളൂ. അഥവാ നിങ്ങൾ ഇടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോയ്ക്ക് നിങ്ങളുടെ വോയിസ് ഓവർ കൊടുക്കുക. അതും അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ട് എന്തെങ്കിലും അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്താൻ ശ്രമിക്കണം. അങ്ങനെ ശ്രമിക്കാത്തത് കൊണ്ടാണ് എനിക്ക് ഇപ്പം യൂട്യൂബിൽ നിന്ന് റീയൂസ്ഡ് കണ്ടൻറ്റ് വന്നതിൻ്റെ പേരിൽ എൻ്റെ എല്ലാ വീഡിയോ എനിക്ക് ഡിലീറ്റ് ആക്കേണ്ടി വന്നത്. അതോടുകൂടി വ്യൂസ് എല്ലാം കുറഞ്ഞ്. പക്ഷേ സങ്കടമൊന്നുമില്ല, നമ്മൾ ചെയ്ത തെറ്റ് തിരുത്തുക എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എൻ്റെ ഭാഗത്തുനിന്ന് വന്ന തെറ്റ് ഞാൻ തിരുത്തി. ഇനി അതെല്ലാം ക്ലിയർ ചെയ്തിട്ട് ഇനിയും ഞാൻ കഷ്ടപ്പെട്ടിട്ട് മാത്രമേ വീഡിയോ ഇടത്തുള്ളൂ. അത് വലിയ ക്ലിക്കായിട്ടൊന്നുമില്ല ഇതുവരെ. എന്തെങ്കിലും ക്ലിക്കാകും എന്നൊരു പ്രതീക്ഷയോടുകൂടിയാണ് യൂട്യൂബ് ചാനൽ നിർത്താതെ പിന്നെയും മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇതുപോലുള്ള അബദ്ധങ്ങൾ ആർക്കും പറ്റാതിരിക്കട്ടെ. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും.